ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഡെയിലി വെയർ, ഓഫീസ് വെയർ, കോളേജ് വെയർ അതുപോലത്തെ ഒരു കുർത്തിയാണ് തുന്നുന്നത്. 2.5 മീറ്റർ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട്. ലൈനിങ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ ഇപ്പോൾ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയാണ് വെച്ചേക്കുന്നത്. ഇതുപോലെ മുകളിൽ ഫോൾഡഡ് സൈഡാണ്, അത് നമ്മൾ മുറിച്ച് മാറ്റും. ഇനി ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് 37 ഇഞ്ചാണ്. താഴെ മൊത്തം ഓപ്പൺ സൈഡാണ്, അങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ലെങ്ത് 43 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ വീതി എടുത്തേക്കുന്നത് 15 ഇഞ്ചാണ്. 4ആയിട്ട് മടക്കി വെക്കുമ്പോൾ 15 ഇഞ്ചാണ് നമ്മൾ വീതി എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മാർക്കിങ്ങിലോട്ട് പോവാം. ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി 6.5 ഇഞ്ചാണ്. അവിടുന്ന് താഴത്തേക്ക് ആം ഹോളിനായിട്ട് 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. താഴത്തെ പോയിന്റിൽ ചെസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 10.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അവിടെ മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കുക. ആ 2 പോയിന്റുകളും തമ്മിൽ കൂട്ടിമുട്ടിക്കുക. അതേപോലെ തന്നെ ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് 12 ഇഞ്ചിലാണ് വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ 21 ഇഞ്ചിലാണ് ഹിപ്പ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റിൽ വേസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഹിപ്പിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 12 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിപ്പിൽ 2-3 ഇഞ്ച് ലൂസിങ് എടുക്കാം, എ ലൈനല്ലേ. ഇനി ആ 3 പോയിന്റുകളും തമ്മിൽ കൂട്ടിമുട്ടിക്കുകയാണ്. അടുത്തത് നമ്മൾ ആം ഹോളാണ് വരയ്ക്കാൻ പോണേ. ആ 2 ലൈനിൻ്റെയും ആ ഒരു ലൈനിൻ്റെ പകുതി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ആ പോയിന്റിൽ കൂടി ആദ്യം ബാക്കിലെ ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കുഴിച്ചിട്ട് ഫ്രണ്ടിലെ ആം ഹോളും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്കാണ്. നെക്ക് വിഡ്ത്ത് 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 4.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ബോക്സ് ഷേപ്പ് തന്നെയാണ് കഴുത്തിന് എടുക്കുന്നത്, അപ്പോൾ സെപ്പറേറ്റ് ഒന്നും വരയ്ക്കുന്നില്ല. ഇനി നമ്മൾ ഹിപ്പിൽ വരച്ച് നിർത്തിയേക്കുവാണ്. അവിടെ നിന്ന് താഴത്തെ കോർണറിലേക്ക് കൂട്ടിമുട്ടിക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ടേബിളിലോട്ട് തുണി കയറ്റിയിടുവാണ്. എന്നിട്ട് ഹിപ്പിലെ പോയിന്റിൽ നിന്ന് നേരെ താഴത്തെ കോർണറിലേക്ക് മുട്ടിക്കുന്നുണ്ട്. അടിവശം റൗണ്ട് ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കഴുത്തിൽ കൂടി നമ്മൾ ഇതേപോലെ ആം ഹോളും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്തായിരുന്നു വെച്ച് അത് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ബാക്കിലെ പീസ് മാറ്റി ഫ്രണ്ടിലെ ആം ഹോളും നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുർത്തിയുടെ ലെങ്ത് എടുത്തത് 37 ഇഞ്ചായിരുന്നു. ഈ ഫ്രില്ലിൻ്റെ ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് 6 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 6 ഇഞ്ച്. അപ്പോൾ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ വീതി എടുത്തേക്കുന്നത് 50 ഇഞ്ചാണ്. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിനാണ് അത്രയും കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ മുകളിൽ വൈഡ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൂട്ടി തയ്ക്കാനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൂട്ടി തയ്ച്ചേക്കുക. ഇനി സ്ലീവ്സ് ആണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള തുണി ഇതുപോലെ എടുത്ത് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 13 ഇഞ്ച് എടുത്തേക്കുന്നത്. പിന്നെ ആം ഹോൾ 6.25 ഇഞ്ച് എടുത്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടുന്ന് താഴേക്ക് 3.5 ഇഞ്ചിലൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 2 പോയിൻറ്റുകളുടെയും സെൻറ്റർ മാർക്ക് ചെയ്യുവാണ്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടും വേണമെങ്കിൽ മാർക്ക് ചെയ്യും. ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാതെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ മാർക്കിങ്ങിൽ കൂടിയാണ് നമ്മൾ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നത്. അതിനുശേഷം സ്ലീവ്സിൻ്റെ ബോട്ടം വിട്ട് നമ്മൾ 6 ഇഞ്ച് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് വയ്ക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ മാക്സിമം 9 ഇഞ്ച് കിട്ടുന്നുണ്ട്. അത്രയും തന്നെ ഞാൻ ബോട്ടം വിട്ട് എടുക്കുന്നുണ്ട്. അടിയിൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്, അതിനാണ് കൂടുതലെടുത്ത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വരച്ച പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അടിയിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് സ്ലീവ്സിൻ്റെ അടിവശം ആദ്യം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കണം. അങ്ങനെ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടാണ് 3 ഇഞ്ച് മേലെയായിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുത്ത് തയ്ക്കുന്നത്. അങ്ങനെ തയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് 2 സൈഡിലും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് വേണം ഇലാസ്റ്റിക് ഇതുപോലെ ആ സ്ട്രെയിറ്റ് ലൈനിൽ വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്ത് ഇലാസ്റ്റിക്കും സ്ലീവും തമ്മിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ അടുത്ത സ്ലീവിലും ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഷോൾഡറാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അതിന് മുന്നേ ഇതിൻ്റെ അടിയിൽ ഫ്രില്ല് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കാണിക്കുവാണ്. ഇനി നമുക്കിതിൽ
ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കണം. എന്നിട്ട് ഷോൾഡർ 3-4 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം. ഇതിൻ്റെ കഴുത്ത് ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് കൊണ്ടാണ് അത് ഞാൻ പ്രത്യേകിച്ച് ഇതിൽ കാണിക്കാൻ. കഴുത്ത് സ്ക്വയർ ഷേപ്പിലൊരു ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തേക്കണേ. എന്നിട്ട് ഷോൾഡർ 3-4 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് പിന്നെ നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ, സ്ലീവ്സിൻ്റെയും ഷോൾഡറിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് രണ്ടറ്റത്തോട്ടും പോയി തിരിച്ച് ഷോൾഡറിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം. ഇതേപോലെ അടുത്ത സ്ലീവ്സും ചെയ്തെടുക്കണം. പിന്നെ ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുത്തേക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കുർത്തി കിട്ടണേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.